ഹലോ കൂട്ടുകാരെ, നോക്കൂ, ഈ മരത്തിലെ മഞ്ഞപ്പൂക്കൾ കാണാൻ എത്രയോ ഭംഗിയാണ്. നോക്ക്, ധാരാളം പൂക്കൾ കണ്ടോ. ഓസ്ട്രേലിയയിലെ ഓരോ മരത്തെ കണ്ടാണ്. 2-3 മരം നിറയെ പൂക്കൾ, നല്ല മഞ്ഞപ്പൂക്കൾ കണ്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കണ്ടാണ്, റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടു. മഞ്ഞപ്പൂക്കൾ കാണാൻ നല്ല രസമല്ലേ. 2-3 മരത്തേലുണ്ട്. ഇതിൻ്റെ തന്നെ വെള്ളയുണ്ട് ഞങ്ങളുടെ മുറ്റത്തെ, അത് കാണിക്കാവേ. ഈ ചില ചാമ്പയിലൊക്കെ ഉണ്ടാകുന്ന പൂ പോലെ അല്ലേ, ചാമ്പപ്പൂ പോലെ കണ്ടോ. അതിൻ്റെ വെള്ളം കണ്ടോ. ഇങ്ങനെ വഴിയോരത്ത് നിൽക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. പിന്നെ വഴിയോരത്ത് ഒരു ഇത് കണ്ടോ, വഴിയോരത്ത് നിൽക്കുന്ന പൂക്കൾ. ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ, യെസ്റ്റർഡേ എന്ന് പറഞ്ഞ പൂക്കൾ. നല്ല രസമില്ലേ, വഴിയോരത്തെല്ലാം മരത്തെ പൂക്കളാണ്. ഇത് കുറ്റിച്ചെടിയാണേ. ഇത് നമ്മുടെ നാട്ടിലുള്ള അല്ലേ. ഇവിടെ എല്ലാം എങ്ങനെയാണ്, മരത്തിലെല്ലാം പൂക്കൾ. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. റോഡേ ഇറങ്ങി നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലമാണ്. പിന്നെ ഒരിടത്ത് ഒരു ചെത്തി നിൽക്കുന്നുണ്ട് നിറയെ പൂവായിട്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഈ വീഡിയോയിലുണ്ട്. കുഞ്ഞിലയായിട്ടുള്ള ചെത്തി. ഇത് ചാമ്പപ്പൂ പോലെ തോന്നുന്നല്ലേ, പക്ഷേ ഇതിൻ്റെ കായൊന്നും തിന്നാൻ കൊള്ളയില്ല കേട്ടോ. ഇതിന് മഞ്ഞയും വെള്ളയും കളർ ഇവിടെയുണ്ട്. കേട്ടോ, ആദവും ഹവ്വായും നിത്യകല്യാണി എന്ന് പറയും. ഇത് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നതാണ്. മഞ്ഞപ്പൂവിന് നല്ല ചന്തമുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ മരം നിറയുണ്ട്. ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേനും നിറയെ പൂക്കളുണ്ടാവും. ഇത് ദൂരേന്നേ കാണാൻ നല്ല ഭംഗിയാണ്. കേട്ടോ, ഇല്ല ഇല കാണത്തില്ലാത്ത പോലെ പൂക്കൾ കണ്ട കൂട്ടുകാരെ. എൻ്റെ ഇടയ്ക്കൂടെ നീലാകാശമോടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഉണ്ടോ, മരം നിറച്ച് പൂത്തു. ഇവിടെ പൂച്ചെടികൾ കുറവാണ്, പക്ഷെ മരമാണ്. കുറ്റിച്ചെടികളൊക്കെ നമ്മൾ വെക്കുന്ന പോലെ ചെറിയ പൂച്ചെടിയില്ല.
ദൂരേന്ന് കാണുമ്പോൾ നല്ല രസമാണ്. ചില മാവൊക്കെ എങ്ങനെയല്ല ദൂരേന്ന് നോക്കുമ്പോൾ നല്ലപോലെ പൂത്ത് നിൽക്കില്ല, അതുപോലെയാണ്. ഇത് കായ ഉണ്ടാകലെന്ന് മാത്രം, കായ തിന്നാനും കൊള്ളാം, ചെറിയ ചെറിയ കായ. ഇവിടെ ചെത്തി ഇതും റോഡ് സൈഡ് നിൽക്കുന്നുണ്ട്, നിറയെ പൂ കണ്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.